പിന്നാക്ക സമുദായങ്ങൾ ഇത്തവണ മോദിയെ പിന്തുണയ്ക്കുമോ അതോ കൈകൊള്ളുമോ? കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും മുന്നോട്ടുവച്ച ജാതി സെൻസസ് എന്ന ആശയം വലിയ തോതിൽ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ സാധ്യത വർദ്ധിക്കുമ്പോൾ ബി.ജെ.പിക്ക് അങ്കലാപ്പ് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്ത്രങ്ങൾ മാറ്റിപ്പയറ്റുകയാണ് ഭരണകക്ഷിയായ ബി.ജെ.പി. മോദി പ്രഭാവത്തിലും വികസന അവകാശവാദങ്ങളിലും ഊന്നിയായിരുന്നു ബി.ജെ.പിയുടെ ആദ്യഘട്ട പ്രചാരണങ്ങളെങ്കിൽ ഒന്നാം ഘട്ടം പിന്നിട്ടപ്പോൾ കൂടുതൽ ആക്രമണ സ്വഭാവം കൈവന്നു കഴിഞ്ഞിരുന്നു. പ്രതിപക്ഷത്തെ ഒന്നടങ്കം കടന്നാക്രമിച്ചും മുസ്ലിം വിരുദ്ധത വാരിവിതിറിയുമുള്ള ബി.ജെ.പിയുടെ പ്രചാരണങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നേതൃത്വം നൽകുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സംവരണം അട്ടിമറിക്കുമെന്നും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ നൽകുമെന്നുമുൾപ്പെടെ ബി.ജെ.പി നേതാക്കൾ ആരോപിക്കുന്നു. സംവരണം വിഷയമാക്കി ബി.ജെ.പി നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ജാതി സെൻസസ് എന്ന പ്രതിപക്ഷ തന്ത്രത്തെ മറികടക്കാനാണ്. ഒ.ബി.സി പിന്നാക്ക വിഭാഗങ്ങൾ മുഖം തിരിച്ചപ്പോൾ പലതവണ ബി.ജെ.പിക്ക് കൈപൊള്ളിയിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് ചരിത്രം വ്യക്തമാക്കുന്നത്. 2014 അലയടിച്ച മോദി തരംഗത്തിനെ 2015 ബീഹാർ തെരഞ്ഞെടുപ്പിൽ പിടിച്ചുകെട്ടാൻ നിതീഷ് കുമാറിൻ്റെയും ലാലു പ്രസാദ് യാദവിൻ്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച മഹാഗഡ്ബന്ധന് ആയിരുന്നു. സംവരണം പുനഃപരിശോധിക്കണമെന്ന RSS മേധാവി മോഹൻ ഭാഗവതിൻ്റെ പരാമർശം ഉൾപ്പെടെ ബി.ജെ.പിക്ക് വിനയാവുകയും ചെയ്തു. ഒ.ബി.സി വോട്ടുകൾ കൂട്ടത്തോടെ ആർ.ജെ.ഡിയും ജെ.ഡി.യുവും സമാഹരിച്ചാൽ ബി.ജെ.പിക്ക് അത് കനത്ത തിരിച്ചടിയാകും. വികസനത്തിലൂന്നിയുള്ള ബി.ജെ.പിയുടെ പ്രചാരണ തന്ത്രങ്ങളിൽ നിലവിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ഒ.ബി.സി, ദളിത്, ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കി മുസ്ലിം വിഭാഗത്തെ സഹായിക്കുന്നവരാണ് പ്രതിപക്ഷമെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും പ്രകടമാണ്. 2014 ബി.ജെ.പി അധികാരത്തിലെത്തിയതിൽ പിന്നാക്ക ഹിന്ദു വോട്ടുകളും നിർണായകമായിരുന്നു. എന്നാൽ ആ 10 വർഷത്തിനിപ്പുറം ആ വോട്ട് നിലനിർത്താൻ ബി.ജെ.പിക്ക് കഴിയുമോ എന്നത് ചോദ്യമാണ്. ഇത്തവണ എൻ.ഡി.എ 400 സീറ്റ് നേടി അധികാരത്തിൽ തുടരുമെന്ന അവകാശവാദമാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് റാലികളിൽ നരേന്ദ്രമോദി ഉന്നയിച്ചത്. ബി.ജെ.പി 3/2 ഭൂരിപക്ഷം നേടിയാൽ ഭരണഘടന മാറ്റുമെന്നും സംവരണം ഒഴിവാക്കുമെന്നുമുള്ള പ്രചാരണം വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രതിപക്ഷത്തിനുള്ളത്. ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ വന്നാൽ കർഷക നിയമങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും സംവരണം ഇല്ലാതാക്കുമെന്നും പോലീസ് ഉൾപ്പെടെയുള്ള സേനയിലേക്കുള്ള നിയമനം അഗ്നിവീർ മാതൃകയിൽ താൽക്കാലികമാക്കുമെന്നുമാണ് പ്രതിപക്ഷം പറയുന്നത്. കർഷകർ അസ്വസ്ഥരാണെന്നതും രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിക്കുന്നതും തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ബി.ജെ.പിക്കെതിരെ പ്രധാന പ്രചാരണ വിഷയമായി കോൺഗ്രസ് ഉയർത്തുന്നത്. മാത്രവുമല്ല, യു.പിയിൽ ഏറ്റവുമധികം ദളിത് ഒ.ബി.സി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമാണ്. ഇതും ബി.ജെ.പിക്ക് തിരിച്ചടിയായേക്കാം. യു.പിയിലും ബീഹാറിലുമായി ആകെ 120 സീറ്റുകളാണുള്ളത്. ഈ രണ്ട് സംസ്ഥാനത്തും യാദവരെ കടന്നാക്രമിച്ച് മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെ കൂടെ നിർത്തുക എന്ന തന്ത്രമാണ് ബി.ജെ.പി പയറ്റുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, കണ്ണൂർ മിറർ.